സമയം നമുക്കതെങ്ങനെ ചെലവാക്കാം എന്നതാണ് പ്രധാനം. എല്ലാ മനുഷ്യർക്കും ദിവസത്തിൽ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. എന്നാൽ ചിലർ അതിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നു, ചിലർ അതിനെ നഷ്ടപ്പെടുത്തുന്നു. നമ്മളിൽ പലർക്കും ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇനി സമയം ധാരാളമുണ്ട്, എനിക്കെല്ലാം ചെയ്യാമെന്ന്. പക്ഷേ അതങ്ങനെ ആണോ? സത്യത്തിൽ സമയം ഒരിക്കലും തിരികെ വരില്ല എന്നോർക്കുന്നത് നല്ലതായിരിക്കും. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മൾ ആ നിമിഷം എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കുന്നു അതാണ് നമ്മളെ നിർണ്ണയിക്കുന്നത്. സമയം വരാത്തതിന് കാത്തിരിക്കുന്നവർക്ക് അതൊരിക്കലും പോരാ എന്ന് ചിലപ്പോൾ തോന്നാം. ഇന്നുള്ള ദിവസം നമ്മളത് ഉപയോഗിക്കണമെങ്കിൽ നമുക്കത് ഇപ്പോൾ തന്നെ ചെയ്യണം. ദൈനംദിന ജീവിതത്തിൽ ചെറിയ തീരുമാനമായാലും വലിയ തീരുമാനമായാലും സമയം എന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ഡിസിഷൻ എപ്പോഴും കറക്റ്റ് ആൻഡ് പ്രിസൈസ് ആയിരിക്കണം. കാരണം ഏതൊരു സമയവും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അതിന് നമ്മുടെ സമയത്തിൻ്റെ വിലയുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. സമയം എങ്ങനെ പോയെന്ന് ആരും അറിയില്ല. എന്നാൽ നിങ്ങൾ ഇന്നെടുത്ത ഒരു ചെറിയ കാര്യം നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കാം. കാത്തിരിക്കാതിരിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുടരാൻ ഈ നിമിഷം തന്നെ തുടങ്ങുക. മിക്ക ആളുകളും തിങ്ക് ചെയ്യും എങ്ങനെ നമ്മുടെ സമയം പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കുമെന്ന്. എന്നാൽ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ സമയം പ്രൊഡക്റ്റീവ് ആക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. കാരണം കൂടുതൽ തിങ്ക് ചെയ്യുന്നവർ എപ്പോഴും തിങ്ക് ചെയ്യുക മാത്രമേ ചെയ്യൂ. ചില മനുഷ്യർ പാസ്റ്റിലെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ചിലർ പ്രസൻറ്റ്. എന്നാൽ മറ്റു ചിലർ ഫ്യൂച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ഫ്യൂച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് ജീവിതത്തിൽ കൂടുതലും സക്സസ് ആയിട്ടുള്ളത്. എപ്പോഴും നമ്മുടെ ടൈം ഫ്യൂച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ സക്സസ് എന്നത് നമുക്കും നേടാൻ സാധിക്കൂ. അവസാനമായി ഒന്ന് പറയട്ടെ, സമയത്തിന് മുൻപിൽ ആരും വിജയിച്ചിട്ടില്ല. അതിനാൽ സമയം പാഴാക്കാതെ അത് അനുയോജ്യമായി വിനിയോഗിക്കുക.